ഹലോ. അപ്പോൾ ഇത് നമ്മുടെ ശ്രീലങ്കൻ വീഡിയോൻ്റെ പാർട്ട് 6 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ റൂം വെക്കേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഒരു 7:45 AM ആയപ്പോഴത്തേക്കും ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ പുറത്തേക്ക് നടന്നിട്ടാണ് ബസ്സിൽ കയറുന്നത്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു പുറത്തേക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറാനായിട്ട് റെഡിയായി. ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി ഞങ്ങൾ പോകാനായിട്ട് പോണത് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ്. അപ്പോൾ ടിക്കറ്റ് വാങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടെ നിൽക്കുന്ന ആ ഒരു സെക്യൂരിറ്റി ഞങ്ങളായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി ആയിട്ടോ. നല്ലൊരു സെക്യൂരിറ്റി ആയിരുന്നു അത്. കുറച്ച് ടൈം എടുത്തു കേട്ടോ ആ ഒരു ടിക്കറ്റ് കിട്ടാനായിട്ട്. അങ്ങനെ ടിക്കറ്റ് കിട്ടി. എല്ലാവരും ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത് കേട്ടോ. ടിക്കറ്റൊക്കെ വാങ്ങി ഞങ്ങൾ അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇതാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഫസ്റ്റ് ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് ചുറ്റി കാണാനായിട്ട്. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവരൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലിരുന്നിട്ട് നമുക്ക് പ്ലേസൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ നടന്നിട്ടാണ് ആ ഏരിയ ഫുള്ള് കവർ ചെയ്യാനായിട്ട് പോണത് കേട്ടോ. നല്ല രസമാണ്. മഴയുണ്ടായിരുന്നു, പിന്നെ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പോയി. ഫസ്റ്റ് ആ ഒരു ട്രിപ്പ് പോയി. ഞങ്ങളിപ്പോൾ കുറച്ച് പേരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരും കൂടി വന്നിട്ടാണ് ഒരുമിച്ച് ടീമായിട്ടാണ് നമ്മൾ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഒരു വെഡ്ഡിങ് ഷൂട്ട് ഉണ്ടായിരുന്നു. അവിടെ വെഡ്ഡിങ് ഷൂട്ടിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടോ. അത് അവർ ക്യാമറ ഒക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ നടക്കാനായിട്ട് തുടങ്ങി.
അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. കുറേ ഏരിയ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട്. പിന്നെ ഈ നിൽക്കുന്നത് കോക്കനട്ടാണ് കേട്ടോ. ഈ ഒരു റോഡിൻ്റെ ആ ഒരു 2 സൈഡിലും ഈ ഒരു ട്രീ ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പലതരത്തിലുള്ള ട്രീസ് ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. മഴയാണെങ്കിലും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് അങ്ങോട്ട് നമ്മളെ മഴ എഫക്റ്റ് ചെയ്തില്ല. കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതാ നല്ല മഴ വരാൻ പോകുന്നുണ്ട് തോന്നുന്നു. കാർമേഘമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു സൈഡിലേക്ക് കുറച്ച് വലിയ മരങ്ങളുണ്ട്. അത് കുറച്ച് പഴക്കമുള്ള മരങ്ങളാണ് കേട്ടോ. അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഷെയ്ൻ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസ് എടുത്ത് തന്നിട്ടോ. കുറേ നല്ല അടിപൊളി ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ആളും കഥയൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ച് നേരം നടന്നു. കണ്ടില്ലേ ഈ ഒരു റോഡിൻ്റെ ആ ഒരു സൈഡിൽ ഫുള്ളിങ്ങനെ ഫ്ലവർ കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതാണ് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തന്നത്. പിന്നെ അവിടെ ഇങ്ങനൊരു ട്രീ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു ബ്രാഞ്ചസൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഭയങ്കര ലോങ് ആയിട്ട് കിടക്കുന്ന ബ്രാഞ്ചസ് ആയിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ പിന്നെ എടുത്തു കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസ് ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ വെച്ച് കുറേ ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇനി അങ്ങോട്ട് ഫുള്ളും ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു സെറ്റ് തന്നെയാണ് ഫുള്ള് അങ്ങോട്ട്. ഫുള്ള് ഗ്രാസും ട്രീസൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫുള്ള് വീഡിയോയിൽ കാണിച്ചു തരാതിരുന്നത്. നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അടുത്ത് നമ്മൾ പോണത് ഒരു ടീ ഫാക്ടറിക്കാണ് കേട്ടോ. അവിടെ നമുക്ക് ചായ ഉണ്ടാക്കുന്നത് ലൈവായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഫാക്ടറിയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ആ ഒരു ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. മഴ പെയ്യണോണ്ടാണ് ഞാൻ അധികം വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഉള്ളിലാണ്. മഴയൊന്നും നമുക്ക് കുഴപ്പമില്ല, വീഡിയോ ഫുൾ ഷൂട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ നമുക്ക് ടീ പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ചായലയാണ് കേട്ടോ. ചായയുടെ ആ ലീഫ്, അതായത് ടീ പൗഡർ ആയിട്ടില്ല, അതിന് മുന്നുള്ള ആ ലീഫാണത്. അപ്പോൾ ഇവരെ മെയിനായിട്ടുള്ള ടീ എന്ന് പറയുന്നത് സിലോൺ ടീ ആണ്. അപ്പോൾ ആ ഒരു ടീ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ളൊരു സ്റ്റോറി ആ ഒരു ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഓരോ മെഷീൻസ്, അതായത് ടീ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഓരോ മെഷീൻസാണത്. ആ ലീഫ് പൊടിക്കുന്ന മെഷീനാണ് കേട്ടോ അത്. ഒരു പാത്രത്തിൽ അവരിങ്ങനെ ആ ഒരു ടീ പൗഡറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊരു ബോക്സ് കൊണ്ടുവന്നു. അതിൻ്റെ അകത്ത് ഒരു 9 ടീ വെറൈറ്റീസ് ആ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് അവർ. Medium light taste. BOP broken orange pekoe. Medium strong taste black tea. BOPF strongest taste.
better with milk. For milk tea, BOPF is better. Tea dust is low quality tea. Refuse tea not to drink. Back to the tea plantation as a compost. Just the stems. Green tea, black tea coming from same tea plant, but basically green tea without fermentation. That's why green tea is green color. This is golden tea. This is silver tea. You can see inside. We use only the tip, only the. അങ്ങനെ അവർ നമുക്ക് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. ആ ഒരു ബോക്സിലുള്ളതും അതുപോലെ തന്നെ അവിടെ ഒരു പച്ച കളർ ലീഫ് കണ്ടില്ലേ, ആ ടീയുടെ പ്രോസസ്സുമൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തവർ തരും. ഇനി ഞങ്ങൾ മുകളിലേക്ക് പോയി. അവിടെയാണ് ഇവർ പ്രൊഡക്ട്സൊക്കെ സെയിലിന് വെച്ചേക്കുന്നത് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു പ്രൊഡക്ട്സ്. അടിപൊളി ഫ്ലേവറായിട്ടുള്ള റോസ്, അതുപോലെ തന്നെ ലെമൺ, അങ്ങനെ കുറേ ഫ്ലേവറായിട്ടുള്ള ടീ പൗഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലായിടത്തും സ്മെല്ല് ചെയ്ത് നോക്കി. പിന്നെതാ അവർ നമുക്ക് ഫ്രീ ആയിട്ട് ടീ തരും കേട്ടോ. അതായത് ഷുഗർ ടീ അല്ല, സാധാരണ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, ആ പീസസ് അവരൊരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മൾ ആദ്യം ശർക്കര കടിക്കണം, എന്നിട്ടാണ് ആ ചായ കുടിക്കേണ്ടത്. എന്നാലേ മധുരം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ സാധാരണ ഷുഗറൊക്കെ ഇട്ട് ഇളക്കുന്ന പോലെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് കുറേ ടൈം എടുക്കും അതൊന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് കേട്ടോ. ഷുഗർ ഇടുന്ന പോലെ തന്നെ ഈ ഒരു ശർക്കര ഇട്ടിട്ട് ഞങ്ങൾ ഇളക്കി നോക്കി. പക്ഷെ കുറേ സമയം എടുത്തു. പിന്നെ മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കടിച്ചിട്ടാണ് ആ ഒരു ചായ കുടിച്ചത്. അപ്പം മധുരം ഉണ്ടായിരുന്നു. ഇതാണ് ടീ. കണ്ടില്ല, അവർ പല ഫ്ലേവേഴ്സിൻ്റെയും ടീ പൗഡർ നമുക്ക് കൊണ്ടു തന്നു സ്മെല്ല് ചെയ്യാനായിട്ട്. പല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. റോസ് ഉണ്ടായിരുന്നു. റോസ് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു റോസിൻ്റെ. പിന്നെ ലെമൺ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി ഒരു ആയുർവേദിക് സെൻറ്ററിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും മഴയുണ്ടായിരുന്നു. പക്ഷേ ചെറുതായിട്ടുള്ള മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആയുർവേദിക് മെഡിസിനായിട്ട് നമുക്ക് തരും കേട്ടോ. അതിൻ്റെ വാങ്ങാനുള്ള ആ ഒരു മെഡിസിനും അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നല്ല വിലയുണ്ട് കേട്ടോ. നല്ല പൈസ ഉണ്ടായിരുന്നു മെഡിസിൻസിനൊക്കെ. അവിടെ ഒരു ഹോളുണ്ട്. നമ്മളവിടെ ഇരുത്തിയിട്ട് അവർ ഡിസീസസിൻ്റെ മെഡിസിൻസും അതെങ്ങനെയാണ് വരുന്നത് അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അവർ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഹോളിലേക്ക് കയറാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. താങ്ക് യു.